ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിലുള്ള കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഇപ്പം കെട്ടിടം തകർന്നു വീണ് 4 പേർക്ക് ജീവൻ നഷ്ടമായത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ. അപ്പോൾ ഈ നഗരത്തിൽ അപകട ഭീഷണിയിൽ നിരവധി കെട്ടിടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തകർന്നു വീണ കെട്ടിടത്തിന് സമാനമായിട്ട് നിരവധി കെട്ടിടങ്ങൾ അതേപോലെ ഏറെക്കുറെ അതേ അവസ്ഥയിൽ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. 2ാം ഗേറ്റിലെ ജവഹർ ബിൽഡിങ്ങും പുതിയങ്ങാടി മാർക്കറ്റും ഒക്കെ അടിയന്തരമായും ശ്രദ്ധ പതിയേണ്ട കെട്ടിടങ്ങളാണ്. അപകട ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നിന്ന് ആകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിന് ഞെട്ടലിലാണ് കേരളം. എന്നാൽ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ നിരവധി കെട്ടിടങ്ങളാണ് കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിൽ തുടരുന്നത്. ഇത് 2ാം ഗേറ്റിന് സമീപമുള്ള ജവഹർ ബിൽഡിംഗ്. 1972 നവംബറിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള ഈ കെട്ടിടത്തിന് 54 വർഷം പഴക്കമുണ്ട്. എപ്പോൾ വേണമെങ്കിലും കെട്ടിടത്തിന്റെ പാളികൾ തകർന്നു വീഴാം. 2024 കോർപ്പറേഷന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ട് കോർപ്പറേഷന് കൈമാറിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിലവിൽ ബാങ്ക്, സപ്ലൈകോ അടക്കം മറ്റു വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി ആളുകൾ എത്തുന്ന കെട്ടിടം തകർച്ചയുടെ വക്കിലാണെന്ന് കോർപ്പറേഷനെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വളരെ മോശമായിട്ടാണ് ഓഫീസിൽ നിന്നുള്ള സ്റ്റാഫുകൾ നമ്മളോട് പെരുമാറുന്നത്. പിന്നെ ഓർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാടക എങ്ങനെയെങ്കിലും വാടക വാങ്ങിയിടുക, ഇവിടെ പൊട്ടി അതിൻ്റെ മെയിൻ്റനൻസ് പണിയെടുക്കുക, ഒരു കാര്യങ്ങളും ചെയ്തു തരുന്നില്ല. അതിൻ്റെതായ അറയി വന്നിട്ട് നേരിട്ടിട്ട് പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകും, നിങ്ങളിത് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. ബലക്ഷയം വന്ന കോൺക്രീറ്റ് ബീമുകൾ, തുരുമ്പിച്ച ഇരുമ്പ് കമ്പികൾ എന്നിവയാണ് പുതിയങ്ങാടി മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. 1971 കെട്ടിടത്തിന്റെ നിർമ്മാണം. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താതെ ഈ കെട്ടിടം വ്യാപാരികൾക്കും ജനങ്ങൾക്കും വലിയ ഭീഷണിയാവുകയാണ്. എഞ്ചിനീയർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ കെട്ടിടവും അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നിട്ട് പോലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായില്ല. റേഷൻ കട മുതൽ മത്സ്യമാർക്കറ്റ് ഉൾപ്പെടെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഗൗരവതരം. വലിയങ്ങാടിയിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കാതിരിക്കാൻ കോർപ്പറേഷൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സുൽത്താനൊപ്പം ആകാശ്, ന്യൂസ് മലയാളം. ആകാശ് തന്നെ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ആകാശേ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണ് 4 പേരുടെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കവും അതിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള റിപ്പോർട്ടുമൊക്കെയും അധികൃതർക്ക് അറിയാമായിരുന്നിട്ടും അതിനെ ഒന്നും ചെയ്തില്ല, ഒരു നടപടിയും എടുത്തില്ല. അവിടെ അപ്പോഴും കെട്ടിടങ്ങളും മറ്റ് കടകളും കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു. 4 പേരുടെ ജീവൻ നഷ്ടമായി. പക്ഷേ ഇതുപോലെ തന്നെ ദുരന്തമുണ്ടായേക്കാവുന്ന എത്രയോ കെട്ടിടങ്ങൾ ഇപ്പോഴും ആ കോഴിക്കോട് നഗരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആകാശിന്റെ തന്നെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. കോർപ്പറേഷൻ അധികൃതർ ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ? ഒരു നടപടി ഉടൻ പ്രതീക്ഷിക്കാമോ ആകാശ്? ഗുഡ് മോർണിംഗ് സേതു. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയങ്ങാടിയിലെ പഴയ പാസ്പോർട്ട് ഓഫീസിന് സമാനമായ കെട്ടിടങ്ങൾ കോഴിക്കോട് തന്നെ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജവഹർ ബിൽഡിങ്ങിലാണ്. ഇത് 2ാം ഗേറ്റിന് സമീപമാണ്. 1972 ഈ ബിൽഡിംഗ് ഇവിടെ ആരംഭിച്ചത്. ഏകദേശം 54 വർഷം പഴക്കമായിരുന്നു. ഈ വലിയങ്ങാടിയിലെ ബിൽഡിങ്ങിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ബിൽഡിംഗ് എന്ന് പറയാതെ വരിക. കാരണം 2024 കോർപ്പറേഷന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ ഒരു ബിൽഡിങ്ങിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബിൽഡിങ്ങും ഇതുപോലെ തന്നെ ശോചനീയാവസ്ഥയിലാണെന്നും അപകട സാധ്യതയുണ്ടെന്നും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെ ഇപ്പോഴും നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ കൺസ്യൂമർ ഫെഡിൻ്റെ ഗോഡൗണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ മറ്റു ചെറുകിട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും വലിയൊരു അപകട സാധ്യതയിൽ നിലനിൽക്കുന്നൊരു സ്ഥലത്താണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവകരം. ഇതിൽ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇതിൻ്റെ ബീമുകൾ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ പാളികളായി പൊളിഞ്ഞു വീണിട്ടുണ്ട്. കൂടാതെ ഇരുമ്പ് കമ്പികളെല്ലാം തുരുമ്പിച്ച് നശിച്ചൊരവസ്ഥയിലാണ്. ഈ ഭാഗത്തുള്ള കുറേ സിമെൻറ്റിൻ്റെ പാളികളെല്ലാം അടർന്നു പോയിട്ടുണ്ട്. ഇവിടെ നിരവധി ജീവനക്കാർ ഉള്ള സമയത്ത് പോലും ഇത്തരത്തിലുള്ള പാളികൾ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി ചുമട്ട് തൊഴിലാളികളും വലിയങ്ങാടിയിലുള്ളതുപോലെ തന്നെ സമാനമായ രീതിയിൽ നിരവധി ആളുകൾ വന്നു പോകുന്നൊരിടമാണ്. അത്തരം ഇടത്താണ് ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള ഈ ബിൽഡിംഗ് നിലനിൽക്കുന്നത്. ഈ ബിൽഡിംഗ് എന്തായാലും പൊളിച്ചു കളയുന്ന ഉൾപ്പെടെയുള്ള ഈ 2024 എഞ്ചിനീയർമാരുടെ റിപ്പോർട്ട് പ്രകാരം ഈ ബിൽഡിങ്ങും പൊളിച്ചു കളയണമെന്നാണ്. അത് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്ത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് പുതിയങ്ങാടിയിലെ മാർക്കറ്റും സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ തന്നെ പൊളിഞ്ഞു വീഴാറായ കോൺക്രീറ്റ് പാളികളുണ്ട് അവിടെ. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു മത്സ്യ മാർക്കറ്റുണ്ട്, നിരവധി ആളുകൾ എത്തുന്ന ഒരു മത്സ്യ മാർക്കറ്റുണ്ട്. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായും ആകാശ്, ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും അത് എത്ര കണ്ട് ഭീഷണി അവിടെ ഉണ്ട് എന്നുള്ളത്. അവിടുത്തെ കെട്ടിടങ്ങളുടെ ഒക്കെ കാലപ്പഴക്കവും അത് എത്ര കണ്ട് ശോചനീയ അവസ്ഥയിലാണ് എന്നുള്ളതും ഇപ്പോൾ ആകാശ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ദൃശ്യങ്ങളിൽ വളരെ വ്യക്തവുമാണ്. അപ്പം അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വാർത്തകളൊക്കെ എത്തിക്കുകയാണ്. ഒരു ദുരന്തമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനമെടുക്കുക, അതാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന കാര്യം. ഇപ്പം വലിയങ്ങാട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ അപകടം തന്നെ എന്നേ അതൊക്കെ പരിഹരിക്കാവുന്ന 2024 തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫിറ്റ്നസ് ഇല്ല അതിനെന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ അധികൃതരുടെ കോർപ്പറേഷനൊക്കെ കൈവശം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല, നടപടിയെടുത്തില്ല. അവിടെ ഇപ്പോഴും പല സ്ഥാപനങ്ങളും ഒക്കെ പഴമയുടെ കാര്യമൊക്കെ പറഞ്ഞ് പൊളിഞ്ഞു വീഴറ കെട്ടിടത്തിൽ ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഈ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം.